ഹലോ പ്രിയ നിക്ഷേപകർ. അനലിറ്റിക്കൽ സേവനം ബന്ധപ്പെട്ടിരിക്കുന്നു ദെയ്ത് കടലത് കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ വിവരങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. ഓരോ സൂചകവും കുറച്ചുകൂടി വിശദമായി നോക്കാം. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് നിർത്താം. പഠനത്തിൻ കീഴിലുള്ള കോർപ്പറേഷന്റെ എല്ലാ സൂചകങ്ങളും നിങ്ങൾക്ക് ശ്രദ്ധാപൂർവം പരിഗണിക്കാം. ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ നിങ്ങളുമായി താരതമ്യം ചെയ്യും. കടത് വളരെ ശല്യനു അരമനന് ധനബാന് അക്കാലത്തെ നിലവിലെ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഈ അവലോകനം നടത്തിയത്. ഏപ്രിൽ 17, 2025. വർഗീകരണം വഴി ദെയ്ത് കടലത് കമ്പനി കടത് വളരെ ശല്യ നുഴക്കത് ഉപവിഭാഗത്തിൽപ്പെടുന്നു. ധനേംഡ് 59 ഓർഗനൈസേഷനുകൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു. ഇത് വളരെ പ്രതിനിധിയാണ്. ഈ വീഡിയോയുടെ അവസാനം ഓർഡർ പട്ടിക കണ്ടെത്തുക. സംശയാസ്പദമായ കമ്പനിയുടെ ഫലം 10.7. ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം 2.1 പോയിന്റ്. നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിൽ മൊത്തത്തിൽ യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി ഫലം 1.8 പോയിന്റാണെന്ന് ശ്രദ്ധിക്കുക. വേണ്ടി 7 പോയിന്റ് സ്കോറിനെതിരെ കടത് ശല്യത നോക്കേണ്ടത്. ഒരു കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു. കടത് ശല്യ ഉപവിഭാഗം കമ്പനികളും 12 മാസത്തിലേറെയായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണും. കടത് വെളിത ശല്യയുടെ -9.3% ചലനാത്മക കാണിച്ചു. 38.9% ഉപവിഭാഗത്തിലെ വില മാറ്റത്തിന് എതിരാണ്. ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല, എന്നാൽ ഈ വസ്തുത ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കമ്പനിയുടെ വിപണി മൂലധനം കടത് ശല്യത നോക്കത് $11.9 ബില്യൺ. $685 ബില്യൺ ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം. കടത് വളരെ ശല്യത 1.738% വിഹിതം വഹിക്കുന്നു. ഇത് ഉപവിഭാഗത്തിലെ ചെറുകിട കമ്പനികളിൽ ഒന്നാണ്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം $12.28 ബില്യൺ. $184 ബില്യൺ ഉപവിഭാഗം മൂലധനം. കടത് വളരെ ശല്യത 6.685% വിഹിതം ഉൾക്കൊള്ളുന്നു. എക്സ്ചേഞ്ചിന്റെയും ബുക്ക് മൂല്യത്തിന്റെയും അധിനിവേശ ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. അധിനിവേശ വിഹിതം കടത് വളരെ ശല്യത ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ 1.738%. പുസ്തക മൂല്യം 6.685%. ഇത് വിപണി മൂലധന വിഹിതത്തിൽ 285% വർധനവാണ്. കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും നല്ലത് 1 പോയിന്റ്. വിശകലനം ചെയ്ത സ്ഥാപനത്തിന്റെ കടങ്ങൾ $6.02 ബില്യൺ. പുസ്തക മൂല്യത്തിലേക്കുള്ള കടം കമ്പനിയുടെ ഇക്വിറ്റിയുടെ 49% പ്രതിനിധീകരിക്കുന്നു. കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ ഫലം നല്ലത് 1 പോയിന്റ്. കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും വരുമാന അനുപാതവും 10.6 ആണ്. 21.3 എന്ന ഉപവിഭാഗ ശരാശരിയേക്കാൾ 50% കുറവാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി വില ലാഭ സൂചകങ്ങളുടെ വിലയിരുത്തൽ വളരെ നല്ലത് 2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $1123 മില്യൺ. വരുന്ന 12 മാസത്തെ ഫോർവേഡ് വരുമാനം $1360 മില്യൺ. ഇത് നിലവിലുള്ളതിനേക്കാൾ 21.2% കൂടുതലാണ്. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രവചിച്ച ഭാവി ലാഭ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കമ്പനി വിലയുടെ ബാലൻസ് വരുമാനം 1. ഉപവിഭാഗ ശരാശരി 3.3 ആണ്. ഉപവിഭാഗ ശരാശരിയേക്കാൾ 70% കുറവാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിന്റെ വരുമാനത്തിലേക്കുള്ള എക്സ്ചേഞ്ച് വിലയുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $11,630 മില്യൺ. വരുന്ന 12 മാസത്തെ ഫോർവേഡ് വരുമാനം $13,660 മില്യൺ.
ഇത് നിലവിലുള്ളതിനേക്കാൾ 17% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വരുമാന സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. വിൽപ്പന മാർജിൻ 9.7%. ഉപവിഭാഗത്തിൽ ശരാശരി 15.4%. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 5.8%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിനുകളുടെ വിലയിരുത്തൽ സഹിക്കാവുന്ന 0 പോയിന്റുകൾ. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം 4.318%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 148% കൂടുതലാണ്. കമ്പനിയുടെ വിപണി വില തമ്മിലുള്ള പൊരുത്തക്കേടാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത്. മറിച്ച് വില കുറച്ച് കാണുന്നതിന് വേണ്ടിയാണ്. കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും മൂലധനം $708,000 തുല്യമാണ്. ഉപവിഭാഗത്തിൽ $1,760,000. ഉപവിഭാഗത്തിന്റെ ശരാശരിയും സ്ഥാപനത്തിന്റെ സൂചകങ്ങളും തമ്മിലുള്ള വ്യത്യാസം 59.8%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ അളവ് $66,800. ഉപവിഭാഗത്തിന്റെ ശരാശരി $82,600. കൂടാതെ ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ സൂചകങ്ങളും തമ്മിലുള്ള വ്യത്യാസം 19%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ ലാഭത്തിന്റെ വിലയിരുത്തൽ സഹിക്കാവുന്ന 0 പോയിന്റുകൾ. ഒരു ജീവനക്കാരന്റെ സ്ഥാപനത്തിന്റെ വരുമാനം $692,000 ആണ്. ഉപവിഭാഗത്തിൽ $536,000 ഉണ്ട്. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 29%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ വരുമാനത്തിന്റെ വിഹിതം കണക്കാക്കൽ നല്ലത് 0.5 പോയിന്റ്. ഓഹരികൾ 6.6% കുറവാണ്. ഉപവിഭാഗ ശരാശരി 1.1%. ഇത് ഷോർട്ട് സ്ക്വീസ് അപകടസാധ്യതയുടെ സൂചകമാണ്. സൂചകം 14 കമ്പനിക്ക് 44% ലെവൽ കാണിക്കുന്നു. ശല്യോട് ഉപവിഭാഗത്തിന് ഈ നില 58%. സാങ്കേതികമായി ഉപവിഭാഗത്തിന്റെ സെക്യൂരിറ്റികൾ റേറ്റു ചെയ്തിരിക്കുന്നതിനേക്കാൾ ഉയർന്നതാണ് ശല്യോട്. കമ്പനിയുടെ ഓഹരികളുടെ യഥാർത്ഥ മൂല്യം ഏകദേശം $58.7 ആണ്. കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം $66.84 ആണ്. നിലവിലെ എസ്റ്റിമേറ്റിന്റെയും സമവായ പ്രവചനത്തിന്റെയും ചലനാത്മകത ഏകദേശം 14%. നമുക്ക് ഓർഡർ ടേബിൾ നോക്കാം. അത് എല്ലാവർക്കും ലഭ്യമാണ്. അതിലേക്കുള്ള ഒരു ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. വിവരങ്ങളും റഫറൻസ് മൂല്യനിർണ്ണയ സംവിധാനവും ഈ സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യവുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ ഓഹരികളുടെ മൂല്യനിർണ്ണയം അടിസ്ഥാനമാക്കി സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഇനിപ്പറയുന്ന തീരുമാനം എടുത്തു. $58.71 വിലയ്ക്ക് വാങ്ങാൻ ഒരു ഓർഡർ തുറക്കുക. കമ്പനിക്ക് താരതമ്യേന ഉയർന്ന റേറ്റിംഗ് ഉള്ളതിനാലാണ് ഓർഡർ തുറന്നത്. ഓർഗനൈസേഷനെ വിലയിരുത്തൽ രീതി ഉപയോഗിച്ചാണ് വിലയിരുത്തിയത്. അക്യുമിന്റെ സൂചിക എടുക്കുക. ലാഭം 63.1 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 54.32 ആയി നിശ്ചയിച്ചു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. തുടർന്ന് 2025 മെയ് 17 ട്രേഡിംഗ് ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഡീൽ സ്വതന്ത്രമായി അവസാനിക്കും. അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന വ്യാപാര ദിനത്തിൽ. ടിക്കർ ഒരു ബാലൻസിംഗ് സെയിൽ ഓർഡർ ആണ്. ബാലൻസ് ഇടപാടിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിക്കും. ഓർഡറുകളിലൊന്ന് അടയ്ക്കുന്ന സാഹചര്യത്തിൽ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ്. മറ്റൊരു ഓർഡർ യഥാർത്ഥ വിലയിൽ അടച്ചിരിക്കുന്നു.
അവസാനം വരെ വീക്ഷിച്ചതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും നന്ദി. ജയ്ത് കേൾത്. നിങ്ങൾ ലോകത്തിലെ ഏറ്റവും മികച്ച പ്രേക്ഷകരാണ്.